പറഞ്ഞു, നമുക്ക് ദേവാലയത്തിൽ കയറി ഒളിച്ചിരിക്കാം, നിന്നെ കൊല്ലാൻ ആൾ വരുന്നുണ്ട്. ഭയപ്പെടുത്തി ഓടിക്കാനാണ്. ശമയ്യാവെന്ന് പറയുന്ന കള്ളപ്രവാചകന് ശത്രുക്കൾ പണം കൊടുത്തിട്ട് കള്ളം പ്രവചിപ്പിച്ച് ഭയപ്പെടുത്തി നെഹമ്യാവിനെ ഓടിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷെ നെഹമ്യാവ് ദൈവത്തെ നേരിട്ട് മനസ്സിലാക്കിയ ഒരു ദൈവദാസനായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിനറിയാം ഇതുകൊണ്ടൊന്നും തൻ്റെ അടുത്ത് വില പോകത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, ആമേൻ, നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ കാര്യമാണ്, അനേകർ പെട്ടുകിടക്കുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവ് 6:10 മുതൽ. പിന്നെ ഞാൻ മെഹേതബേലിൻ്റെ മകനായ ദലയാബിൻ്റെ മകൻ ശമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക, നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. കേട്ടോ, സ്തോത്രം. ആമേൻ. ഞാൻ അങ്ങനെ ഭയപ്പെട്ട് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന്